പടിഞ്ഞാറേക്കല്ലട ആദിക്കാട് വിളന്തറ റോഡ് തകർന്നിട്ട് നാളുകളേറെയായി. റോഡിന്റെ നിർമ്മാണം പൂർത്തിയായിട്ട് 4 വർഷമാകുന്നതിന് മുമ്പേ വാട്ടർ അതോറിറ്റി പമ്പ് ഹൗസിലേക്ക് പൈപ്പ് ലൈൻ വലിക്കുന്നതിനായി റോഡ് വെട്ടിപ്പൊളിച്ചിരിക്കുകയാണ്. പുനർനിർമ്മാണം ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞാണ് പൈപ്പ് ലൈൻ സ്ഥാപിച്ചത്. എന്നാൽ ഇപ്പോൾ അധികൃതർ ഇത് കണ്ടില്ലെന്ന് നടിക്കുന്നു. വാട്ടർ അതോറിറ്റിയിൽ നിന്നുള്ള സ്കീം എന്ന നിലയിൽ പടിഞ്ഞാറേക്കല്ലട പഞ്ചായത്തിലെ വലിയ പാടത്ത് ഒരു OH ടാങ്ക് സ്ഥാപിച്ച് വെള്ളം കൊടുക്കുന്നതിന് വേണ്ടി വാട്ടർ അതോറിറ്റി ഏതാണ്ട് 4 കോടി രൂപയുടെ സ്കീം ഉണ്ടാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വാട്ടർ അതോറിറ്റി ഈ റോഡ് കുഴിക്കുവാനുള്ള പൈപ്പിട്ട ഏർപ്പാടുണ്ടാക്കി. പ്രധാനമായി വാട്ടർ അതോറിറ്റി സാധാരണ ചെയ്യുന്നത് ഗ്രാമപഞ്ചായത്ത് കൺസെന്റ് വാങ്ങിച്ചുകൊണ്ട് ആ പ്രദേശത്ത് എവിടെ ആ റോഡ് കുഴിക്കുന്നുവോ ആ കുഴിക്കുന്ന അതിന്റെ എത്രയാണ് വീണ്ടും മെയിൻ്റെനൻസ് ചെയ്യുന്നതിന് വേണ്ടി എത്ര രൂപ ആകുമെന്ന് വെച്ച് അതിന്റെ എസ്റ്റിമേറ്റ് എടുത്ത് ഗ്രാമപഞ്ചായത്തിൽ അടച്ചിട്ടായിരിക്കണം ഈ റോഡ് ശരിയാക്കേണ്ടത്. വലിയ കുഴികളാണ് ഗതാഗത മാർഗത്തിന് തടസ്സമായി ഇവിടെ നിൽക്കുന്നത്. റോഡിന്റെ ശോചനീയാവസ്ഥയിൽ 2 ബസ് സർവീസുകൾ നിർത്തലാക്കി. ഓട്ടോകളും ടാക്സികളും സർവീസ് നടത്താൻ മടിക്കുന്നു. ആദിക്കാട് വിളന്തർ റോഡ് നിർമ്മാണം ഉടൻ പൂർത്തിയാക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.